സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി. സങ്കീർത്തനത്തിലെ ഈ വാക്കുകൾ ഈ അവസരത്തിൽ ഏറെ അനുചിതമാണ്. ഏറെ സ്വപ്നം കണ്ട പ്രതീക്ഷകളിലൂടെ ജീവിതയോട്ടം പൂർത്തിയാക്കിയ ഞങ്ങളുടെ പ്രിയ സഹോദരൻ, നമ്മുടെ ഒരു കൊച്ചുമകൻ ബിജോയ് ജോണിയുടെ സ്മരണാർത്ഥം ഈ ദിവ്യബലിയിൽ സ്നേഹപുഷ്പങ്ങൾ അർപ്പിക്കുവാനെത്തിയ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. സന്തോഷം തരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞ് ഈ സഹോദരൻ ദൈവത്തിൻ്റെ പൂന്തോട്ടം മനോഹരമാക്കുവാനുള്ള യാത്രയെടുക്കുകയാണ്. ബിജോയ് നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ്. തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തിരുവനന്തപുരത്തെ പള്ളിത്തുറ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയാക്കി ഏറെ സ്വപ്നങ്ങളും അതിലേറെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളുമായി കവൻട്രി യൂണിവേഴ്സിറ്റി UK-യിലെത്തി. തൻ്റെ പഠനം തുടരവേ സർക്കോമ എന്ന ക്യാൻസറിൻ്റെ ഒരു വകഭേദം പിടികൂടി. രോഗത്തിൻ്റെ കാഠിന്യത മനസ്സിലാക്കാതെ കുസൃതികളും കളിച്ചിരികളുമായി മരണത്തെ മുന്നിൽ കണ്ട ആ യുവാവിൻ്റെ മുഖം ഏറെ ദുഃഖത്തോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. നാട്ടിലോ ഇവിടെയോ ആകട്ടെ വിജയുടെ ഒരു തവണ പരിചയപ്പെട്ട അവൻ്റെ മയക്കുന്ന നിഷ്കളങ്കമായ ചിരിക്കുമെങ്കിൽ നിറ കണ്ണുകളോടെ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് എവർക്കും നിൽക്കാൻ കഴിയൂ. 60 വയസ്സ് കഴിഞ്ഞ് ഇവിടെ സന്നിഹിതരായ ഫൗസ്ത്യാനി മുതൽ ഏറെ ബഹുമാനപ്പെട്ട ജോസ് അച്ഛൻ തുടങ്ങി പുതുതലമുറയിലെ സോഹൻ വരെ നീളുന്ന ഹൃദയബന്ധങ്ങൾ ബിജോയ് എന്ന കൗമാരക്കാരനെ വ്യത്യസ്തനാക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കുസൃതി നിറഞ്ഞതും എന്നാൽ ഏവരുടെയും ഇഷ്ട സഹോദരമായിരുന്നു ഞങ്ങൾക്ക് ബിജോയ്. എൻ്റെ വീട്ടിലെ വിശുദ്ധ ക്രിസ്ത്യാനോസിനോക്കി രാവിലെ മിസ്റ്റർ സെബു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ബിജോയുടെ എനിക്ക് കൃപാസമാധാനമുള്ള അഗാധമായ ഭക്തി പലതവണ ഞങ്ങൾ ബിജോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവട്ടെ ദൈവത്തെ പോലും മയക്കുവാൻ അവൻ്റെ പൂന്തോട്ടത്തിൽ കടന്നു ചെല്ലുവാൻ ബിജോയുടെ നിഷ്കളങ്കമായ ചിരിയിലൂടെ അവന് സാധിച്ചു. ഞങ്ങളുടെ കുടുംബത്തിലെ തീരാനഷ്ടം ദൈവത്തിൻ്റെ ഭരണത്തിലെ സമ്പാദ്യമായി തീരുവാൻ ഈ ദിവ്യബലിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹനിർഭരമായ യാത്രയിൽ പ്രാർത്ഥനകളിലൂടെ നൽകുന്നത് ബിജോയ് എന്ന പുഞ്ചിരിയുടെ മകൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിലൂടെ സ്വർഗത്തിൽ അനുഗ്രഹം നേടിത്തരുവാനുള്ള ഭാഗ്യത്തിനായി നമുക്ക് ഈ ദിവ്യബലിയിൽ യാചിക്കാം. അതിനായി നമുക്ക് നമ്മുടെ ശരീരം മനസ്സിനും നമുക്ക് ഈ ദിവ്യബലിയിൽ സമർപ്പിക്കാം. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി മോശന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണം എന്ന പോലെ അവിടുന്ന് അവരെ ശോധനം ചെയ്തു, ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തെ അവർ പ്രഘോഷിക്കും.
കൃപയാൽ മേച്ചിടുമെന്നെ പച്ചപ്പുൽത്തകിടികളിൽ വിശ്രാന്തി എനിക്കരുളുന്നു. നിശ്ചലമാം നീർച്ചോലയതിൻ സവിധത്തിൽ ചേർത്തിടുമെന്നെ. കർത്താവൻ നല്ലോരിടയൻ, വത്സലനാം നായകനും തൻ കൃപയാൽ മേച്ചിടുമെന്നെ കാണുന്നില്ല. മരണത്തെ പറ്റി സംസാരിക്കാൻ എല്ലാവർക്കും പേടിയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മരിച്ച വ്യക്തിയെ പറ്റി കേൾക്കുമ്പോൾ പലർക്കും പല രീതിയിലാണ് അത് പ്രതികരിക്കുന്നത്. അയ്യോ, മരിച്ചോ? പലരും വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം പ്രതികരണമായിരിക്കും നമ്മൾക്ക് ഉളവാക്കുന്നത്. ഒരുപക്ഷെ ഞാൻ നിങ്ങളൊക്കെ ബിജോയുടെ മരണം സംഭവിച്ചപ്പോൾ അപ്രകാരമായ ഒരു പ്രതികരണമായിരിക്കും നമ്മളുടെ ഉള്ളിലും കടന്നു വന്നത്. അത്ര പെട്ടെന്നൊന്നും ഗ്രഹിക്കുവാനും അത്ര പെട്ടെന്നൊന്നും ദഹിക്കുവാനും പറ്റിയ ഒരു കാര്യമല്ല മരണം എന്നുള്ളത്. ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ഈ സഹോദരൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മരണത്തെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മരണം എപ്രകാരമാണ് നമ്മൾ നിർവചിക്കുന്നത്? മരണത്തെ നിർവചിക്കണമെങ്കിൽ ജീവിതം എന്താണെന്ന് നാം നിർവചിക്കണം. കാണാൻ പോയി കിടക്കുമ്പോൾ തന്നെയും വളരെ സന്തോഷവാനാണ്. ആ ഇടയ്ക്ക് അവൻ കൃപാസനത്തിൽ പോയിരുന്നു. ഒരുപക്ഷെ ആ സമയത്ത് ദൈവാനുഭവം കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അവൻ്റെ വാക്കുകളിലും അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും എത്രത്തോളം ദൈവത്തെ അനുഭവിച്ചു, ദൈവസ്നേഹം അവന് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വ്യക്തമായി. എൻ്റെ അമ്മ പറയും മതി മതി, ഇതൊക്കെ പറഞ്ഞത് മതി എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുമ്പോൾ പോലും അവൻ ആ പ്രത്യേക ഒരു അനുഭൂതിയിലായി അവൻ അനുഭവിച്ച ദൈവസ്നേഹം, ആ കൃപാസനത്തിൽ അനുഭവിച്ച ആ ദൈവസ്നേഹത്തെ പറ്റി എന്നോട് ഇങ്ങനെ കുറേയൊക്കെ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ ചോദിച്ചു, പറഞ്ഞു. അങ്ങനെ തീർച്ചയായിട്ടും ദൈവമാണ് വിധികർത്താവ്, ദൈവമാണ് നമ്മുടെയൊക്കെ മനസ്സ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ മകൻ സ്വർഗീയ സൗഭാഗ്യം സ്വർഗത്തിൽ തന്നെയാണ് എങ്കിൽ നമ്മൾ തുടർന്നും പ്രാർത്ഥിക്കണം. എനിക്കറിയാം നിങ്ങൾ എത്ര പേരൊക്കെ ഈ ഒരു ഇത് കേട്ടിട്ടുണ്ടെന്ന്. ഈ മധ്യഭാഗത്ത് നമ്മൾ എന്തിനാണ് ഈ ഒരു സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നത്? അച്ഛന്മാർക്കും ഓൾട്ടർ ബോയ്സിനൊക്കെ പോകാൻ കുർബാന സ്വീകരിക്കാനാണ്. അത് മാത്രമാണ്. വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? വിശുദ്ധരുടെ ഇതാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ പറയാറുണ്ട്, മരിച്ച ആത്മാക്കൾ ഈ മധ്യ ഉണ്ടാകും എന്നുള്ളത്. നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നറിയില്ല, പക്ഷെ അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആക്കം കൂട്ടുകയാണ്. ഒരു പക്ഷേ അവൻ്റെ ബിജോയുടെ ശരീരം ഇവിടെ ഇല്ലെങ്കിൽ പോലും എൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആത്മാവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഗോൽഗോഥായിലെ
പ്രിയ സഹോദരരെ, നമ്മെ വരുന്ന പ്രിയ സഹോദര ബിജോയുടെ അതിൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള തിരിച്ചു പോകലാണ്. വളരെ മനോഹരമായിട്ടും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് ഒത്തൊരുമിച്ച് പോകുന്ന നിർവചനമാണ് മദർ തെരേസ നൽകിയത്. അത് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള തിരിച്ചു പോകലാണ്. അപ്പോൾ എവിടുന്ന് വന്നു എന്ന സ്ഥലത്ത്, ഒരു സ്ഥലത്ത് തിരിച്ചു പോകണമെങ്കിൽ നാം അത് അവിടെ നിന്ന് വരണം. Thank you.